അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? ഇന്ന് ശരിക്കും നമുക്കൊരു ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ലോട്ടറി മീൻസ് നമ്മൾ സാധാരണ എടുക്കുന്ന ടിക്കറ്റ് അല്ല കേട്ടോ പറയണത്. ഈ പറയാൻ പോകുന്ന ഇസ്മ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പരിചയമുള്ള കേട്ടുകേൾവിയുള്ള ഒരു ഇസ്മ തന്നെ. പവർഫുള്ളാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, നമുക്ക് സ്പെഷ്യലായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഈ പറയപ്പെടാൻ പോകുന്ന ഈ ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റി തരാൻ, പെട്ടെന്ന് സാധിപ്പിച്ച് തരാൻ, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ എളുപ്പമാക്കി തരാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു ഇസ്മ, ഈ പറയുന്ന എണ്ണം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈഫ് കളർഫുള്ളാവും. നമ്മുടെ ലൈഫിൽ അത്രത്തോളം സ്പെഷ്യലി നീഡഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ ഒരു എന്താ പറയുക ലക്ഷ്യങ്ങൾ പടച്ച റബ്ബ് നമുക്ക് സാധിപ്പിച്ചു തരും. അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും എഫക്റ്റീവായിട്ടുള്ള, ഒരുപാട് ആളുകളുടെ ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഉപകാരം കിട്ടിയ, അല്ലെങ്കിൽ ഫലങ്ങൾ ലഭിച്ച, അനുഭവങ്ങൾ ലഭിച്ച ഒരു അത്ഭുത ഇസ്മ. ഇനിയും ഇങ്ങനെ ഹൈപ്പിട്ടിട്ട് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലിട്ട് അടക്കാം. അപ്പം അറിയാം ഇസ്മ ഏതാണെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ്. പ്രിയരെ, നമുക്കറിയാം പരിശുദ്ധമായിട്ടുള്ള അള്ളാഹിൻ്റെ ഇസ്മകളിലെ ഓരോ ഇസ്മകളും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ലത്തീഫു. യാ ലത്തീഫു ഒരുപാട് ഗുണങ്ങളാണ്, ഒരുപാട് മഹത്വങ്ങളാണ്. പറഞ്ഞാലും തീരാത്തത്ര ഫലങ്ങളും ഗുണങ്ങളും മഹത്വങ്ങളുമുള്ള ഒരത്ഭുത ഒരു ഇസ്മാണ് യാ ലത്തീഫു എന്നുള്ളത്. എന്താണ് ഇനി പറഞ്ഞു വരുന്നത്? ഈ ഒരു ഇസ്മ 16,641 പ്രാവശ്യം ഒരു സ്പെഷ്യൽ എണ്ണമാണ്, ഒരു സ്പെഷ്യൽ ആദതാണ്. ഇതെന്താ ഇത്ര ചൊല്ലിയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല എന്നുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യനിങ് ഒന്നും വേണ്ട. ഇതിൻ്റെ ഒരു പ്രത്യേക എണ്ണമാണ്. ഈ പ്രത്യേക എണ്ണത്തിന് പ്രത്യേക ഗുണങ്ങളുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ 16,641 പ്രാവശ്യം യാ ലത്തീഫു എന്നുള്ള ഇസ്മ നമ്മൾ ചൊല്ലിയാൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെ അറിയോ? നമ്മൾ രോഗികളാണെങ്കിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ രോഗികളാണെങ്കിൽ അത് നീയത്ത് വെച്ചിട്ട് നമ്മളിത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അത് എത്ര വലിയ മാറാത്ത രോഗങ്ങളാണെങ്കിലും, മരുന്ന് പിടിക്കാത്ത രോഗങ്ങളാണെങ്കിലും, മാരകമായ രോഗങ്ങളാണെങ്കിലും പടച്ച റബ്ബ് ഓൻ്റെ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമുക്ക് അതിലുള്ള വിശ്വാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബ് ഉറപ്പായിട്ടും ശിഫ നൽകുമെന്നുള്ളതാണ്. തീർച്ചയാണ്, മൂർച്ചയാണ്, യാതൊരു ഡൗട്ടും വേണ്ട. ക്യാൻസർ ആവട്ടെ, ബ്ലഡ് ക്യാൻസർ ആവട്ടെ, ട്യൂമർ ആവട്ടെ, എന്ത് വലിയ രോഗമാവട്ടെ, പഠിച്ച റബ്ബ് കാക്കട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഗർഭിണികളുണ്ടെങ്കിൽ, നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഗർഭിണികളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നീയത്ത് വെച്ച് ചൊല്ലിയാൽ അവർക്ക് പഠിച്ച റബ്ബ് സുഖപ്രസവം കൊടുക്കും. സിസേറിയൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യം പഠിച്ചോ വരുത്തൂല, സുഖമായിട്ടുള്ള പ്രസവം കൊടുക്കും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? അതേപോലെ നമ്മുടെ പ്രത്യേക ചില കാര്യങ്ങൾ, ചില പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങൾ അവർക്കല്ലേ അറിയുള്ളൂ. ആ ആവശ്യങ്ങളൊക്കെ പടച്ച റബ്ബ് ഇൻഷാ അല്ലാഹ് നടത്തി തരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ് ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ വിജയത്തിലാക്കി തരും. പലർക്കും പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഉണ്ടാവും, അതൊക്കെ പടച്ച റബ്ബ് വിജയത്തിലാക്കി തരും. ഇങ്ങനെ പറഞ്ഞാലും എണ്ണിയാലും ഓതിയാലും തീരാത്ത ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഫലങ്ങൾ പടച്ച റബ്ബ് തരും. പിന്നെ എന്തിനാ നമ്മൾ പേടിച്ചത്? ഇത് 16,641 എന്നുള്ള എണ്ണം കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചൊന്നും വേണ്ട, ബോധം കെട്ട് വെക്കുകയൊന്നും വേണ്ട. അത്ര വലിയ സംഭവം ഒന്നുമല്ല. കാരണം യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് ഇങ്ങനെ അടിച്ചു വിട്ടാൽ ചൊല്ലിയാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒറ്റ ഇരിപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണം തീർക്കാം. ഈ ഒരു ആദത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതാലോചിച്ച് എന്താ വേണ്ട, ബോധം കടണ്ട. എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.